അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ കാണുന്നത് ക്ലാസ് 8 താരിഖുൽ ഇസ്ലാമിലെ 10ാമത്തെ പാഠത്തിലെ തദ്രീബാത്താണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ക്ലാസ് 8 ഇതുവരെ എടുത്ത പാഠങ്ങളുടെ തദ്രീബാത്തെല്ലാം വേണമെങ്കിൽ കൂട്ടുകാർ എൻ്റെ ചാനലായ മുന്ന ഷാഹിൽ EDU എന്നതിൽ പ്ലേലിസ്റ്റ് സെക്ഷൻ എടുക്കുക. അതിൽ ഓരോ സബ്ജക്റ്റിൻ്റെയും തന്നെ പ്ലേലിസ്റ്റ് ഉണ്ടാകും. അതിൽ ആവശ്യമുള്ള സബ്ജക്റ്റിൻ്റെ ആവശ്യമുള്ള പാഠത്തിൻ്റെ തദ്രീബാത്ത് എടുത്തു നോക്കാം. തദ്രീബാത്തെല്ലാം നോക്കുന്നതിന് മുമ്പ് കൂട്ടുകാർ ഈ പാഠം നല്ലവണ്ണം വായിച്ച് മനസ്സിലാക്കുക. അൽ വഹദത്തുൽ ആഷിറ 10ാമത്തെ പാഠം, വിജയങ്ങളുടെ കാലം. തദ്രീബാത്തിൽ ഒന്നാമത്തെ പ്രവർത്തനം, ചരിത്രത്തിന് നേരെയുള്ള വൃത്തത്തിൽ ശരി അടയാളപ്പെടുത്തുക. ഓരോന്നിനും 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാകും. ചരിത്രത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തണം. 1. പേർഷ്യൻ സാമ്രാജ്യം കീഴടക്കിയ ഖലീഫ. ഓപ്ഷൻസ് നോക്കൂ. അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ചരിത്രം ഉമർ റളിയല്ലാഹു അൻഹു. അടുത്ത പേജ് നോക്കൂ. 2. പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്ന പട്ടണം. ഓപ്ഷൻസ് കൂഫ, ബസറ, മദായിൻ. ചരിത്രം മദായിൻ. 3. ഫത്ഹുൽ ഫുതൂഹ് എന്ന പേരിൽ അറിയപ്പെടുന്ന യുദ്ധം. ഓപ്ഷൻസ് മദായിൻ, ഖാദിസിയ്യ, നഹാവന്ത്. ചരിത്രം നഹാവന്ത്. 4. മദായിനിലെ ചരിത്ര പ്രസിദ്ധമായ വൻ കൊട്ടാരം. ഓപ്ഷൻസ് റുസ്തുമിൻ്റേത്, കൈസറിൻ്റേത്, കിസ്രയുടേത്. ചരിത്രം കിസ്രയുടേത്. അടുത്ത പ്രവർത്തനം, ചേറുംപടി ചേർക്കുക. അതിൽ എ. 1. ഖാദിസിയയിലെ മുസ്ലിം സൈന്യം. 2. ഖാദിസിയയിലെ പേർഷ്യൻ സൈന്യം. 3. ഖാദിസിയയിൽ പങ്കെടുത്ത സ്വഹാബികൾ. 4. ഖാദിസിയയിൽ പങ്കെടുത്ത ബദരീങ്ങൾ. 5. ഖാദിസിയയിൽ പേർഷ്യൻ സൈന്യത്തിലെ ആനകൾ. ഇപ്പുറത്ത് നോക്കൂ. എ 33, ബി 14,000, സി 1,20,000, ഡി 35,000, ഇ 99. ഓരോന്നിനും യോജിച്ച ഉത്തരത്തിന്റെ ലെറ്റർ അതിന് നേരെ എഴുതണം. 1. ഖാദിസിയയിലെ മുസ്ലിം സൈന്യം. ചരിത്രം ഡി 35,000. 2. ഖാദിസിയയിലെ പേർഷ്യൻ സൈന്യം. ചരിത്രം സി 1,20,000. 3. ഖാദിസിയയിൽ പങ്കെടുത്ത സ്വഹാബികൾ. ചരിത്രം ബി 14,000. 4. ഖാദിസിയയിൽ പങ്കെടുത്ത ബദരീങ്ങൾ. ചരിത്രം ഇ 99. 5. ഖാദിസിയയിൽ പേർഷ്യൻ സൈന്യത്തിലെ ആനകൾ. ചരിത്രം എ 33, DCBEA. ചെറുംപടി ചേർക്കുക എന്നതിൽ ബി. 1. ഖാദിസിയയിൽ മുസ്ലിം സൈന്യാധിപൻ. 2. ഖാദിസിയയിൽ പേർഷ്യൻ സൈന്യാധിപൻ. 3. നഹാവന്തിലെ പേർഷ്യൻ സൈന്യാധിപൻ. 4. മദായിനിൽ പരാജിതനായ പേർഷ്യൻ ചക്രവർത്തി. ഇപ്പുറത്ത് നോക്കൂ. എ അൽ ഫൈറുസാൻ, ബി സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹു, സി യസ്ദജുർദ്, ഡി റുസ്തും. ഓരോന്നിനും യോജിച്ച ഉത്തരത്തിന്റെ ലെറ്റർ അതിന് നേരെ എഴുതണം. 1. ഖാദിസിയയിൽ മുസ്ലിം സൈന്യാധിപൻ. ചരിത്രം ബി സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹു. 2. ഖാദിസിയയിൽ പേർഷ്യൻ സൈന്യാധിപൻ. ചരിത്രം ഡി റുസ്തും. 3. നഹാവന്തിലെ പേർഷ്യൻ സൈന്യാധിപൻ. ചരിത്രം എ അൽ ഫൈറുസാൻ. 4. മദായിനിൽ പരാജിതനായ പേർഷ്യൻ ചക്രവർത്തി. ചരിത്രം സി യസ്ദജുർദ്, BDAC. അടുത്ത പേജ് നോക്കൂ. ഉത്തരം കണ്ടെത്താം. 1. ഉമർ റളിയല്ലാഹു അൻഹു കീഴടക്കിയ രാജ്യങ്ങൾ ഏതെല്ലാം? ഉത്തരം പേർഷ്യൻ സാമ്രാജ്യം, റോം സാമ്രാജ്യത്തിന്റെ കീഴിലായിരുന്ന സാമ്രാജ്യം, ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹു കീഴടക്കി. 2. മദായിൻ പട്ടണം എവിടെ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം ബഗ്ദാദിന്റെ തെക്ക് വശത്ത് ടൈഗ്രീസ് നദിയുടെ ഇരുതീരങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന ഒരു മഹാപട്ടണമാണ് മദായിൻ. 3. കിസ്രയുടെ വൻ കൊട്ടാരം എവിടെയായിരുന്നു? ഉത്തരം ടൈഗ്രീസിന്റെ കിഴക്കൻ തീരത്തുള്ള കിഴക്കൻ മദായിനിലായിരുന്നു കിസ്രയുടെ വൻ കൊട്ടാരം. 4. യസ്ദജുർദ് ചക്രവർത്തി പേർഷ്യൻ നേതാക്കളുമായി കത്തിടപാട് നടത്തി. എന്തിന്? ഉത്തരം മുസ്ലിങ്ങളെ
പുനരാക്രമണം നടത്തുന്നതിനു വേണ്ടി. 5. ഇറാഖിലെ ഒന്നാമത്തെ ജുമുഅ നടന്നത് എവിടെ വെച്ച്? ഉത്തരം മദാഇനിലെ വെൻ കൊട്ടാരത്തിൽ വെച്ച്. 6. നഹാവന്തി യുദ്ധത്തിന് ഫത്ഹുൽ ഫുതൂഹ് എന്ന പേര് ലഭിക്കാൻ കാരണമെന്ത്? ഉത്തരം പേർഷ്യക്കാരുടെ ശക്തി തകർന്ന യുദ്ധമായിരുന്നു നഹാവന്തി യുദ്ധം. അതുകൊണ്ടാണ് ഈ യുദ്ധത്തിന് ഫത്ഹുൽ ഫുതൂഹ് എന്ന പേര് ലഭിച്ചത്. 7. ടൈഗ്രീസ് നദി കടക്കുമ്പോൾ മുസ്ലിങ്ങൾ ചൊല്ലിയ ദിക്ർ. നസ്തഈനു ബില്ലാഹി വനതവക്കലു അലൈഹി ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീലു വലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. 8. കിസ്റയുടെ വെൺകൊട്ടാരം കീഴടക്കുന്നതിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയ പ്രവചനം എന്തായിരുന്നു? ഉത്തരം ഉസ്ബത്തും മിനൽ മുസ്ലിമീന യഫ്തതിഹൂനൽ ബൈത്തൽ അബിയല ബൈത്ത കിസ്റ. മുസ്ലിങ്ങളിൽ നിന്നൊരു സംഘം വെൺകൊട്ടാരം കിസ്റയുടെ കൊട്ടാരം കീഴടക്കും. അടുത്ത പ്രവർത്തനം ഉപന്യസിക്കുക. 1. ഖാദിസിയ്യ വിജയം. ഖാദിസിയ്യ വിജയം പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു മദായിൻ പട്ടണം. ബഗ്ദാദിന്റെ തെക്ക് വശത്ത് ടൈഗ്രീസ് നദിയുടെ ഇരു തീരങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന ഒരു മഹാപട്ടണമാണ് മദായിൻ. സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹുവാണ് ഇത് കീഴടക്കിയത്. അദ്ദേഹം തന്റെ സൈന്യത്തെയുമായി വന്ന് ഖാദിസിയയിൽ താവളമടിച്ചു. പേർഷ്യൻ ചക്രവർത്തിയായിരുന്ന യസ്ദജുർദ് പേർഷ്യൻ സൈന്യാധിപന്മാരിൽ ഏറ്റവും പ്രമുഖനായ റുസ്തുമിന്റെ നേതൃത്വത്തിൽ 1,20,000 വരുന്ന ഒരു കനത്ത സൈന്യത്തെ ഖാദിസിയയിലേക്ക് വിട്ടു. അവരുടെ കൂടെ 33 ആനകളും ഉണ്ടായിരുന്നു. മുസ്ലിങ്ങളുടെ എണ്ണം 35,000 മാത്രമായിരുന്നു. പക്ഷേ അവരുടെ കൂട്ടത്തിൽ 14,000 സ്വഹാബിമാർ ഉണ്ടായിരുന്നു. സ്വഹാബിമാരിൽ 99 പേർ ബദരീങ്ങളായിരുന്നു. അതിഘോരമായ യുദ്ധം 4 ദിവസം നീണ്ടുനിന്നു. അവസാനം മുസ്ലിങ്ങൾ വിജയം കൈവരിച്ചു. പേർഷ്യൻ സർവ്വസൈന്യാധിപനായ റുസ്തും വധിക്കപ്പെട്ടു. ഉപന്യസിക്കുക എന്നതിൽ രണ്ടാമത്തത് മദായിൻ വിജയം. മദായിൻ വിജയം സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു തന്റെ സൈന്യത്തിന് വിശ്രമം നൽകിയ ശേഷം മദായിനിലേക്ക് നീങ്ങി. മദായിൻ പട്ടണം കിഴക്കൻ, പടിഞ്ഞാറൻ എന്നിങ്ങനെ 2 വിഭാഗമാണ്. ഒന്നാമത്തേത് ടൈഗ്രീസിന്റെ കിഴക്കൻ തീരത്തും മറ്റേത് പടിഞ്ഞാറൻ തീരത്തുമാണ്. കിഴക്കൻ മദായിനിലായിരുന്നു കിസ്റയുടെ കൊട്ടാരം ഉണ്ടായിരുന്നത്. കൊട്ടാരം കണ്ടപ്പോൾ ലിറാർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തക്ബീർ മുഴക്കിക്കൊണ്ട് പറഞ്ഞു, ഇതാ കിസ്റയുടെ വെൻ കൊട്ടാരം, അള്ളാഹുവും അവന്റെ റസൂലും നമ്മോട് വാഗ്ദാനം ചെയ്ത കൊട്ടാരം. അപ്പോൾ മുസ്ലിം സൈന്യം ഒപ്പം തക്ബീർ മുഴക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പ്രവചിച്ചിട്ടുണ്ടായിരുന്നു, ഉസ്ബത്തും മിനൽ മുസ്ലിമീന യഫ്തതിഹൂനൽ ബൈത്തൽ അബിയല ബൈത്ത കിസ്റ. മുസ്ലിങ്ങളിൽ നിന്നൊരു സംഘം വെൻ കൊട്ടാരം കിസ്റയുടെ കൊട്ടാരം കീഴടക്കും. ഈ പ്രവചനമാണ് മുസ്ലിങ്ങൾക്ക് ആവേശം നൽകിയത്. സഅദ് റളിയല്ലാഹു അൻഹു പടിഞ്ഞാറൻ മദായിൻ ഉപരോധിച്ചു. ഉപരോധം നീണ്ടപ്പോൾ യസ്ദജുർദ് ചക്രവർത്തിയും അനുയായികളും കിഴക്കൻ മദായിനിൽ അഭയം പ്രാപിച്ചു. കപ്പലുകളെല്ലാം അവർ മറുകരയിലേക്ക് കൊണ്ടുപോയി. ടൈഗ്രീസിൽ ഭയങ്കര വെള്ളപ്പൊക്കമുള്ള സമയമായിരുന്നു. സഅദ് റളിയല്ലാഹു അൻഹു നദി താണ്ടി കടക്കാൻ തന്നെ തീരുമാനിച്ചു. മുസ്ലിം സൈന്യം അദ്ദേഹത്തെ പിന്തുടർന്നു. താഴെ പറയുന്ന ദിക്ർ ചൊല്ലിക്കൊണ്ടാണ് അവർ ഈ അത്ഭുതം സാധിച്ചത്. നസ്തഈനു ബില്ലാഹി വനതവക്കലു അലൈഹി ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീലു വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. കപ്പലും പാലവുമില്ലാതെ ജലോപരിതലത്തിലൂടെ ശാന്തരാഗി പരസ്പരം സംസാരിച്ചുകൊണ്ട് കടന്നു വരുന്ന മുസ്ലിം സൈന്യത്തെ കണ്ട് യസ്ദജുർദും അനുയായികളും ഹുൽവാൻ എന്ന നാട്ടിലേക്ക് ഓടി രക്ഷപ്പെട്ടു. മുസ്ലിങ്ങൾ അനായാസം മദായിൻ കീഴടക്കി. സഅദ് റളിയല്ലാഹു അൻഹു കൊട്ടാരത്തിൽ കയറി സ്വലാത്തുൽ ഫത്ഹ് നിർവഹിച്ചു. പിന്നീട് അവിടെ ജുമാ നടത്തി. അത് ഇറാഖിലെ ഒന്നാമത്തെ ജുമായായിരുന്നു. ഉപന്യസിക്കുക എന്നതിൽ മൂന്നാമത്തത് നഹാവന്തി വിജയം. നഹാവന്തി വിജയം മുസ്ലിങ്ങളെ പുനരാക്രമണം നടത്തുന്നതിനു വേണ്ടി യസ്ദജുർദ് ചക്രവർത്തി രാജ്യത്തിന്റെ നാനാഭാഗത്തുള്ള പേർഷ്യൻ നേതാക്കളുമായി കത്തിടപാട് നടത്തി. അങ്ങനെ നഹാവന്ത് എന്ന സ്ഥലത്ത്
1,50,000 വരുന്ന ഒരു വലിയ സൈന്യത്തെ സമ്മേളിപ്പിച്ചു. അപ്പോൾ 30,000 വരുന്ന ഒരു സൈന്യത്തെ ഉമർ റളിയല്ലാഹു അൻഹു അങ്ങോട്ടയച്ചു. കോട്ടകളിൽ അഭയം പ്രാപിച്ച പേർഷ്യൻ യോദ്ധാക്കളെ ആദ്യം മുസ്ലിങ്ങൾ ഉപരോധിച്ചു. ഉപരോധം നീണ്ടപ്പോൾ മുസ്ലിങ്ങൾ തോറ്റോടുന്നത് പോലെ അഭിനയിച്ചു. വഞ്ചിതരായ പേർഷ്യക്കാർ കോട്ടയിൽ നിന്ന് വെളിക്കിറങ്ങി. കോട്ടകളിൽ നിന്ന് അവർ അകന്നു കഴിഞ്ഞപ്പോൾ മുസ്ലിങ്ങൾ തിരിച്ചടിച്ചു. ഘോര സമരത്തിനു ശേഷം മുസ്ലിങ്ങൾ നഹാവന്തി കീഴടക്കി. പേർഷ്യൻ സൈന്യാധിപനായ അൽ ഫൈറുസാൻ വധിക്കപ്പെട്ടു. പേർഷ്യക്കാരുടെ ശക്തി തകർന്ന ഈ യുദ്ധത്തിന് ഫത്ഹുൽ ഫുതൂഹ്, വിജയങ്ങളുടെ വിജയം എന്ന് പറയപ്പെടുന്നു. കൂട്ടുകാർക്ക് ഈ പാഠത്തിന്റെ തദ്രീബാത്ത് മനസ്സിലാകില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്ത സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.